കന്യകാമറിയത്തിൻ്റെ കാഴ്ചവയ്പ്. ഇന്ന് സഭ പരിശുദ്ധ അമ്മയെ ദൈവാലയത്തിൽ കാഴ്ചവെച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കുകയാണ്. മരിയൻ തിരുനാൾ ദിനപ്പട്ടികയിലെ 3 തിരുനാളുകളായ പരിശുദ്ധ അമ്മയുടെ ജനനം, നാമകരണം, ദൈവാലയത്തിൽ കാഴ്ചവെക്കൽ എന്നിവ നമ്മുടെ രക്ഷകൻ്റെ തിരുനാൾ ദിനപ്പട്ടികയിലെ 3 തിരുനാളുകളായ ക്രിസ്തുമസ്, യേശുവിൻ്റെ പേരിടൽ, യേശുവിനെ ദൈവാലയത്തിൽ കാഴ്ചവെക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ആരാധനാക്രമത്തിൽ ഈ സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കലിനെപ്പറ്റി വിശുദ്ധ ലിഖിതങ്ങളിൽ ഒന്നും തന്നെ പറയുന്നില്ല. ചരിത്രപരമായ വിശദീകരണങ്ങൾക്ക് നാം അനൗദ്യോഗികമായ വിവരണങ്ങളെ, പ്രത്യേകിച്ച് വിശുദ്ധ യാക്കോബിൻ്റെ ആദിമ സുവിശേഷങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും. മാലാഖ തൻ്റെ ഗർഭത്തെപ്പറ്റി വെളിപ്പെടുത്തൽ നടത്തിയ ഉടൻ തന്നെ അന്ന തൻ്റെ ഭാവി മകളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനായി നേർന്നു. കുട്ടി ജനിച്ച ഉടനെ തന്നെ അവളെ ദൈവാലയത്തിൽ കൊണ്ടുവന്നു. അക്കാലങ്ങളിൽ ഇസ്രായേലിലെ ഏറ്റവും നല്ല പെൺകുട്ടികൾക്ക് മാത്രമായിരുന്നു അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. 3-ാമത്തെ വയസ്സിൽ അവളെ പൂർണ്ണമായും ദൈവാലയത്തിലേക്ക് മാറ്റി. ഐതിഹ്യമനുസരിച്ച് ദൈവാലയത്തിൽ അവൾ ഒരു മാലാഖയുടെ കരങ്ങളാൽ പ്രാവിൻ്റെ വിശുദ്ധിയോടെ പരിപാലിക്കപ്പെട്ടു. കിഴക്കൻ ദേശങ്ങളിൽ 8-ാം നൂറ്റാണ്ട് മുതലേ ഈ തിരുനാൾ ദൈവമാതാവിൻ്റെ ദൈവാലയ പ്രവേശനം എന്ന പേരിൽ ആഘോഷിക്കുകയും അതൊരു പൊതു അവധി ദിവസമായി ആചരിക്കുകയും ചെയ്തു വരുന്നു. 1371 ഗ്രീക്കുകാർ മുഖേനയാണ് ഈ ആഘോഷം റോമിലെത്തുന്നത്. 1472 സിക്സ്റ്റസ് നാലാമൻ ഇത് സഭ മുഴുവൻ ആചരിക്കണമെന്ന് അനുശാസിച്ചു. എന്നാൽ പിയൂസ് 5 ഇത് നിരോധിച്ചെങ്കിലും 1585 മുതൽ പിന്നെയും പ്രാബല്യത്തിൽ വന്നു.